Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഒരു പക്ഷേ അത്രത്തോളം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ആ റിലേഷൻഷിപ്പ് വേണമെന്ന് കരുതുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇങ്ങനെ യാചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബെഗ് ചെയ്തുകൊണ്ട് ആ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ യാചിക്കാൻ പാടില്ല എന്നതിൻ്റെ 4 പ്രധാനപ്പെട്ട, അതായത് എന്തുകൊണ്ട് യാചിച്ചുകൊണ്ട് ഓവറായി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ബെഗ് ചെയ്തുകൊണ്ട് ഒരു സ്നേഹബന്ധം നിലനിർത്താൻ പാടില്ല എന്നതിൻ്റെ 4 പ്രധാനപ്പെട്ട റീസൺസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നോക്കാം. പലപ്പോഴും ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആ റിലേഷൻഷിപ്പ് തിരികെ കിട്ടുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തുകൂടാ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ബെഗ് ചെയ്യരുത് എന്ന രീതിയിൽ പറയുന്ന സമയത്ത് ഇവിടെ ബെഗ്ഗിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എത്തുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി അവരോട് അപേക്ഷിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. റിക്വസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഒരു റീസൺ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യാണ്, അപേക്ഷിക്കുകയാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവരില്ലാതെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പറ്റില്ല എന്ന രീതിയിലൊക്കെയാണ് പലപ്പോഴും റിക്വസ്റ്റിംഗ് വരുന്നത്. പക്ഷേ ഇതും കഴിഞ്ഞൊരു പോയിന്റ് എത്തുന്ന സമയത്താണ് അത് ബെഗ്ഗിങ്ങിലേക്ക്, യാചനയിലേക്ക് എത്തുന്നത്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ റിക്വസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബെഗ് ചെയ്യുന്നതും രണ്ടായി മാറിയിട്ടുണ്ടായിരിക്കും, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് റിലേഷൻഷിപ്പ്. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പ് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഓവറായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവറായിട്ട് ബെഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്നേഹം, റെസ്പെക്റ്റ് അല്ലെങ്കിൽ നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു മതിപ്പ് അതൊക്കെ പതിയെ പതിയെ കുറയാൻ തുടങ്ങും, അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാകും എന്നുള്ളതാണ്. ഇതിനു പകരം അവരുടെ മനസ്സിൽ നിങ്ങളോടുണ്ടാകുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സ് എന്ന് പറയുന്നത് സഹതാപമായിരിക്കാം, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തലവേദനയായി മാറുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലായിരിക്കാം, അതല്ലെങ്കിൽ ഇറിറ്റേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളൊരു ഭീഷണിയായി മാറുമോ, എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഒട്ടും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ എന്ന രീതിയിലൊക്കെ ആയിരിക്കാം നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം അതൊക്കെ മാറി ഇങ്ങനെയുള്ള ഇമോഷൻസിലേക്ക് വരും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഇങ്ങനെ ഓവർ ബെഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒട്ടും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു വ്യക്തിയാണോ എന്ന രീതിയിലുള്ള ഒരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് കാരണം നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു അട്രാക്ഷൻ, ആകർഷണം, സ്നേഹം, ഇഷ്ടം, മതിപ്പ് ഇതൊക്കെ പതിയെ പതിയെ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബെഗ് ചെയ്തുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ ശ്രമിക്കരുത് എന്ന് പറയുന്നതിന്റെ ഒരു പോസിബിൾ ആയിട്ടുള്ള റീസൺ. ഇനി രണ്ടാമതായി, ഇങ്ങനെ ഓവറായിട്ട് ബെഗ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ യാചിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അവിടെ ഒരു കാരണം ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ ഒരു റിയാലിറ്റിയും ഉണ്ടായിരിക്കും. അതായത് ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫോർഗീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഫോർഗീവ് ചെയ്യുന്ന ആളുകളുണ്ട്, ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് രണ്ടുമല്ലാതെ ബെഗ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിന് റീസൺ ആയിട്ട് വരുന്ന 3 പോസിബിൾ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. ഒന്ന്, നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിലവിൽ അവരൊരു റിലേഷൻഷിപ്പിൽ ഇനി തുടരാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് അവർക്ക് ഇപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ അവർ കാണുന്നുണ്ടായിരിക്കില്ല. സോ ഇതിലേതുമായിരിക്കാം എന്നുള്ളതാണ്. സോ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഇങ്ങനെയുള്ളൊരു സ്റ്റേജിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. സോ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാതെ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയി വീണ്ടും വീണ്ടും ബെഗ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അൺഹാപ്പിനെസ് ആയിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ നിങ്ങൾ അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ അവരോട് കൂടുതലായിട്ട് ബെഗ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത്
സന്തോഷമില്ലാത്തൊരവസ്ഥ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. സോ സന്തോഷമില്ലാത്തൊരവസ്ഥയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ബെഗ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ബെഗ് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പോസിബിൾ റീസൺ ഇതാണ്. ഇനി മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതായത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആക്ച്വലി ആ വ്യക്തിക്ക് താല്പര്യമില്ല, എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ആ റിലേഷൻഷിപ്പിനോടോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ അവർക്ക് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാതെയാണ് വീണ്ടും വീണ്ടും ബെഗ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇമോഷണൽ പെയിൻ, നിങ്ങൾ എത്രത്തോളം ഇമോഷണലി അവരോട് അറ്റാച്ച്ഡ് ആണോ അത്ര ടൈം നിങ്ങൾക്ക് അവരിൽ നിന്നും ആ ഒരു പ്രശ്നത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നോ ഒന്നും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഇത് വളരെയധികം ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കാം. അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായി മാറും. ഒരു പക്ഷെ നമ്മുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെയധികം പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലൊന്നും ശ്രദ്ധിക്കാതെ ആ കാര്യങ്ങളിലൊന്നും എൻഗേജ്ഡ് ആകാതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കതിൽ നിന്നും മൂവ് ഓൺ ആകാനും കഴിയാത്തൊരവസ്ഥയായിരിക്കും. നമ്മൾ ഈ ഒരു കാര്യം, അതായത് റിയാലിറ്റി എന്താണോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. എന്നാൽ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വളരെയധികം ഒരു റിലീഫ് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം റിയാലിറ്റി ഇതാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നമുക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാകാതെ വീണ്ടും അതേ ഒരു ഡിസിഷനിൽ തന്നെയാണ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നമുക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് മാത്രമാണ് അത് നൽകുക. കണ്ടിന്യൂസ് ആയിട്ട് അൺഹാപ്പിനെസ് ആയിരിക്കും ഫീൽ ചെയ്യുക. അത് പിന്നീട് ഒരു സ്ട്രെസ്സിലേക്കോ വറീസിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുകയും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സന്തോഷത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഓവറായിട്ട് ബെഗ് ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പ് നിലനിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് മൂന്നാമതായി നമുക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഒരു ബാഡ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ടൈം വേസ്റ്റിംഗ്, മാത്രമല്ല നമ്മുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് നഷ്ടമാകും എന്നുള്ളതാണ്. ഫോർത്ത് ആൻഡ് ഫൈനൽ വൺ, ഒരു പക്ഷേ നമ്മളിപ്പോൾ കണ്ടുമുട്ടിയത് ഒരു റോങ് പേഴ്സൺ ആണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ റിലേഷൻഷിപ്പ് കോൺസെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര യോജിക്കാത്ത ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. ആ റിലേഷൻഷിപ്പ് തന്നെ വീണ്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ പുറകെ പോയി ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. ആ പേഴ്സണെ കണ്ടുമുട്ടുന്നതിൽ നിന്നും നമ്മൾ നമ്മളെ തന്നെ തടയുന്ന പോലെയാണിത്. പ്രാക്ടിക്കലി ഇങ്ങനെയുള്ള കേസുകളിൽ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷനിൽ തന്നെ നിൽക്കും. അതായത് ആ റിലേഷൻഷിപ്പിൽ തന്നെ ആ വ്യക്തിയെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ പുറകെ ബെഗ് ചെയ്തു പോകുന്ന ഒരവസ്ഥ. സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകളോട് സംസാരിക്കാനോ ഇടപഴകാനോ ഒരു ഫ്രണ്ട്ഷിപ്പിന് പോലും പോകില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കാതെയാകും. ഈ വ്യക്തിയാണെങ്കിൽ സംസാരിക്കുന്നുമില്ല, മറ്റുള്ള ആളുകളോടാണെങ്കിൽ ഒരു ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് ആണ്. സംസാരിക്കാനോ ഇടപഴകാനോ ചിലപ്പോൾ ചിരിക്കാത്ത ഒരു അവസ്ഥ വരെ ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇങ്ങനെ പതിയെ പതിയെ ആകുന്ന സമയത്ത് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടുമുട്ടുന്നതിൽ നിന്നും നമ്മൾ നമ്മളെ തന്നെ തടയുന്ന പോലെയാകും എന്നുള്ളതാണ്. ഇങ്ങനെ ഓവറായിട്ട് ബെഗ് ചെയ്തുകൊണ്ട് നമ്മളൊരു വ്യക്തിയിൽ തന്നെ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തിയോട് വീണ്ടും വീണ്ടും ബെഗ് ചെയ്തു പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം. സോ ഒരു റിലേഷൻഷിപ്പ് യാചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓവറായി ബെഗ് ചെയ്തുകൊണ്ട് നിലനിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല ഒരു സ്നേഹബന്ധം ഓവറായി യാചിച്ചുകൊണ്ട് നിലനിർത്താൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ അത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഡിസേർവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ ചെയ്തുകൊണ്ട് അത് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്